ഹരേ കൃഷ്ണ. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ആദ്യ ഇൻവൊക്കേഷൻ പ്രേയർ പറഞ്ഞു തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ചൈതന്യ ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈതചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈതചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ. ജയ ഓം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃശാചാര്യ അഷ്ടോത്തര ശരൈ अभयारशरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. अनंत कोटि वैष्णवृंद की जय. श्री राधा माधव की जय. श्री पंचतत्व की जय. जय गौर प्रेमानंदे हरि हरि. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം എൻ്റെ ദീക്ഷാ ഗുരുവിനും ശിക്ഷാ ഗുരുക്കന്മാരുടെ ഒക്കെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സില് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 7 ശ്ലോകം 52. ശ്രീ ചൈതന്യ മഹാപ്രഭു 5 ഭാവം. ഈഹാശൂനിരഹേ പ്രഭു ഈഷദ്ഭാസിയ തേയി കാലേ ഏക വിപ്രാമിലില ആശിയ. ഈഹാശൂനിരഹേ പ്രഭു ഈഷത് ഹാസിയ തേയി കാലേ ഏക വിപ്രാമിലില ആശിയ. ഇപ്രകാരം തപനമിശ്രയും ചന്ദ്രശേഖരനും മഹാപ്രഭുവിനോട് സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ സമയം ഒരു ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ കാണാനായി അവിടെ വന്നു. അപ്പൊ നമ്മൾ
ചൈതന്യ മഹാപ്രഭു വാരണാസിയിൽ വരികയും അവിടെ മായാവാദി സന്യാസിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം വന്നെങ്കിലും മായാവാദി വാരണാസിയിൽ വന്നെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് മായാവാദി സന്യാസിമാർക്കെല്ലാം അറിയാം. എങ്കിലും അദ്ദേഹം അവരോടൊന്നും ഇടപഴകാതെ കുറച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോ തപനമിശ്രയും ചന്ദ്രശേഖരും അതായത് അതായത് ചൈതന്യ മഹാപ്രഭു ഭഗവാനു എതിരായിട്ട് മായാവാദികൾ സന്യാസിമാരുടെ വിമർശനങ്ങൾ ആണ് കേട്ടത്. അവര് മായാവാദി സന്യാസിമാര് ഭഗവാനെ കുറിച്ച് വിമർശിക്കുന്നു. എന്താണ് വിമർശനം? ഇദ്ദേഹം എന്താ, ഒന്നാമത്തെ കാര്യം താഴ്ന്ന തരത്തിലുള്ള സമ്പ്രദായത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു. രണ്ടാമത് അദ്ദേഹം അതാണ് മെയിനായിട്ട്, വേദാന്തങ്ങളൊന്നും പഠിക്കാതെ വേദങ്ങളുടെ അതിർത്തികളൊന്നും കടക്കാതെ വെറുതെ ഹരിനാമം ജപിച്ച് ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് തെരുവീഥികളിൽ കൂടി നടക്കുന്നു. അതായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള അവരുടെ പരാതി. അപ്പൊ അങ്ങനെ ഈ മായാവാദി സിദ്ധാന്തക്കാർ അല്ലെങ്കിൽ സന്യാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് യഥാർത്ഥത്തിൽ വേദാന്തങ്ങളുടെ തർക്കശാസ്ത്രങ്ങളിൽ ഏർപ്പെടുകയും അതിനകത്തെ വ്യാകരണങ്ങളും ഒക്കെ പഠിച്ച് അത് തലയും തിരിച്ചും ഒക്കെ പറഞ്ഞും ഒക്കെ ഒരുപാട് എന്താ പറയാ തർക്കശാസ്ത്രങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ സമയം കളയുന്ന അങ്ങനെയാണ്. പിന്നെ അവരുടെ സങ്കല്പം എന്ന് പറയുന്നത് ഞാൻ നാരായണനാണ്, അപ്പൊ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ നാരായണനായി തീരും. അപ്പൊ അതൊക്കെയാണ് അവരുടെ സങ്കല്പങ്ങളും അവരുടെ കാഴ്ചപ്പാടും. പക്ഷെ ചൈതന്യ മഹാപ്രഭു ആരാണെന്നോ അല്ലെങ്കിൽ വൈഷ്ണവരെന്താണെന്നോ അല്ലെങ്കിൽ ഭഗവാൻ ആരാണെന്നോ ഭക്തി എന്താണെന്നോ ഭക്തൻ ആരാണെന്നോ ഒന്നും മായാവാദി സിദ്ധാന്തക്കാർക്ക് അവർക്ക് ശരിയായ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ലവർ. കാരണം അവർക്ക് ഇവരെപ്പോഴും ഗർവിഷ്ഠരാണ്. അവരുടെ തത്വങ്ങള്, അവരുടെ ചിന്താഗതികള്, അവരുടെ കർമ്മങ്ങളെല്ലാം അതാണ് ശരി. അവരുടെ സന്യാസ ജീവിതമാണ് ഏറ്റവും ഉന്നതമായ തലത്തിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം താഴേക്കിടയിലാണ്. ഇപ്പൊ വൈഷ്ണവരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ശരിയായ അർത്ഥം പോലും അവർക്ക് ഗ്രഹിക്കാനുള്ള കഴിവില്ല എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. അപ്പം ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അതുകൊണ്ടാണ് അവര് നിന്ദിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ആരാണ്? അദ്ദേഹം സ്വയം ഭഗവാനാണ്, അല്ലെ? അപ്പൊ ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ എന്താണ്? ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നു. ഇവര് സങ്കല്പിക്കുന്ന നാരായണൻ തന്നെയാണിത്. പക്ഷെ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അതുകൊണ്ടാണ് ഇവര് നിന്ദിക്കുന്നത്. അദ്ദേഹം ഒരു സന്യാസിയാണ്, പക്ഷെ അദ്ദേഹം ചെയ്യുന്ന എന്താണ്? നമ്മുടെ കൂടത്തില്ല, നമ്മുടെ അടുത്ത് വന്നിരുന്ന് വേദാന്തം പഠിക്കത്തില്ല. അദ്ദേഹം വെറുതെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അത് മാത്രമേ അവർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയൂ. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ തത്വം എന്താണ് ഒന്നും അവർക്കറിയില്ല. അപ്പോ അതാണ് ഈ ഭക്തന്മാര് ഭഗവാനെ കുറിച്ചോ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരെ കുറിച്ചോ മറ്റുള്ളവരുടെ വായിൽ നിന്നും അവരെ കുറിച്ചുള്ള നിന്ദ കേൾക്കുമ്പോൾ ഭയങ്കര ദുഃഖം ഉണ്ടാകും. അത് ഒരു ഭക്തന്റെ ലക്ഷണമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ എന്താ പറയാ എന്താ പറയാ സ്തുതി. ചില ആൾക്കാര് തങ്ങളെ കുറിച്ച് ആത്മസ്തുതി ചെയ്യും, അവനവന്റെ സ്തുതികളെ കുറിച്ച് പറയും. പിന്നെ ചിലര് മറ്റുള്ളവരെ നിന്ദിക്കും. അപ്പൊ ഈ മായാവാദിയില് പൊതുവെ അവരവരെ കുറിച്ച് സ്വയം അവരുടെ മനോഭാവം അഥവാ എന്താ പറയാ സ്വയം ശ്രേഷ്ഠരാണ്, ഉന്നത പദവിയിലിരിക്കുന്നവരാണെന്നൊക്കെയുള്ള ധാരണയാണ്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ താഴെയാണ്. ഈവൻ ചൈതന്യ മഹാപ്രഭു പോലും. കാരണം ചൈതന്യ മഹാപ്രഭു ആകെ വൈഷ്ണവനായിട്ട് ഒരൊറ്റ സന്യാസിയെ ഉള്ളായിരുന്നു വാരണാസിയിൽ. ബാക്കിയെല്ലാം മായാവാദി സന്യാസികളാണ്. അപ്പം ഭക്തന്മാര് തപനമിശ്രയും ചന്ദ്രശേഖരനും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭഗവാനെ കുറിച്ച് നിന്ദിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. പക്ഷേ ഭഗവാനോട് ചെന്ന് പറയുകയാണ്, അപ്പം ഞങ്ങളുടെ ഹൃദയം തകർക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ അതാ പറഞ്ഞത്, ഞങ്ങളുടെ ഹൃദയം തകർക്കുന്നു, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല ഭഗവാനെ എന്ന് പറയുമ്പം ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കും. ഭഗവാൻ എല്ലാ സമയം ഇങ്ങനെ ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഭഗവാൻ പുഞ്ചിരിക്കും. കാരണം ഭഗവാന് ദുഃഖവും സന്തോഷവും എല്ലാം ഒരേപോലെയാണ്, അല്ലെ? ഭക്തനും അതുപോലെയായിരിക്കും. അപ്പം ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്.
നിന്ദിക്കുന്ന ആരാ? അവരുടെ ഉള്ളിൽ തന്നെ നാരായണനെ വെച്ചിട്ടാണ് അവര് ഭഗവാനെ തന്നെ നിന്ദിക്കുന്നത്. അപ്പം അതാണ് ഇതൊരു മാതൃകയാണ്. അതായത് വൈഷ്ണവരുടെ സ്വഭാവം എന്ന് പറയുന്നത് സ്വന്തം നിന്ദയ്ക്കെതിരായിട്ട് അവര് കുപിതരാകില്ല. ഇപ്പോ എന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഇത് ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെ പലരും എന്തെങ്കിലുമൊക്കെ പറയും. കാരണം എന്താണ്? അദ്ദേഹം ഒരു യുവ സന്യാസിയാണ്. ഈവൻ സാർവഭൗമ ഭട്ടാചാര്യ അദ്ദേഹം വരെ അദ്ദേഹത്തെ എന്താ പറയാ തെറ്റായ രീതിയിൽ വിമർശിച്ചു. അപ്പൊ ഇതൊക്കെ സാധാരണ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പം ഇവരൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭക്തനെ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും കുപിതരാകില്ല. പക്ഷേ വൈഷ്ണവര് മറ്റു ഭക്തന്മാര് അല്ലെങ്കിൽ ഭഗവാനെ നിന്ദിക്കുമ്പോൾ, ഗുരുവിനെ നിന്ദിക്കുമ്പോൾ, വൈഷ്ണവരെ നിന്ദിക്കുമ്പോൾ, ഭക്തന്മാരെ നിന്ദിക്കുമ്പം മറ്റു ഭക്തന്മാർക്ക് അത് സഹിക്കാനുള്ള കഴിവ് കാണത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് അവര് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഇത്രയും വിഷമത്തോടു കൂടി പറഞ്ഞു, ഞങ്ങളുടെ ഹൃദയം തകരുന്നു ഭഗവാനെ അങ്ങയെക്കുറിച്ചുള്ള നിന്ന അവര് പറയുന്ന കേൾക്കുമ്പോഴാ. അതുകൊണ്ടാണ് അപ്പൊ അവര് എന്താ പറയാ, അപ്പൊ നമുക്കിപ്പോ തന്നെ ഭഗവാനെ കുറിച്ച് പറയുകയാണ്. ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ തന്നെയാണ്. അതുപോലെ നമ്മളെ അറിയാം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ദ്വാപര യുഗത്തിൽ അദ്ദേഹം ഭൗതിക ലോകത്ത് അവതരിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് തരത്തിൽ ആസുരിക സ്വഭാവമുള്ളവർ അദ്ദേഹത്തെ നിന്ദിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഭഗവാൻ അതൊക്കെ വളരെ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ നേരിടും. പിന്നെ അതേപോലെ തന്നെ പക്ഷെ ഭക്തന്മാർക്കാണ് അതിന് വേദന ഉണ്ടാകുന്നത്. അപ്പൊ ഭക്തന്മാരെപ്പോഴും എന്താ ചെയ്യുക? ഒന്നുകിൽ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരോട് നേരിട്ട് അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എന്താ ചെയ്യുക? അവർ ചെവിയും പൊത്തി ഇങ്ങ് പോരും. അത് ഈ വൈഷ്ണവ നിന്ന പറയുന്നതും ശ്രവിക്കുന്നതും ഒരേപോലെയാണെന്നാണ്. വൈഷ്ണവ നിന്ന നമ്മൾ പറയരുത്. പിന്നെ അതുപോലെ തന്നെ അത് മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കുന്നത് പോലും. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് പിന്നെ ചെവി പൊത്തിക്കൊണ്ട് മാറിക്കണം അവിടുന്ന്. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് തൻ്റെ ഭക്തന്മാരോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അവർക്കൊരു വിഷമം ഉണ്ടാകുന്നതും ഭഗവാന് വിഷമമാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അതീവ കാരുണ്യമാണ് ഭക്തന്മാരോട് കാട്ടിയുന്നത്. തപനമിശ്രയും ചന്ദ്രശേഖരും ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോഴാ, ഭഗവാനെ നിന്ദിച്ച കാര്യങ്ങൾ വന്ന് പറയുമ്പോഴാ അവര് ദുഃഖത്തോടു കൂടിയാണ് അത് പറയുന്നതെങ്കിലും ഭഗവാൻ അവരോട് കാരുണ്യമുള്ളവനായതുകൊണ്ട് എന്താ ചെയ്ത്? ആ കാരുണ്യം ഉടൻ തന്നെ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ, അതായത് ഒരു ബ്രാഹ്മണൻ ഉടനെ വന്നു മഹാപ്രഭുവിനെ കാണാനായിട്ട്. അപ്പൊ ഭഗവാന്റെ അടുത്ത് വന്ന് ദർശനം എടുത്തിട്ട് പറഞ്ഞത് എന്താണ്? അപ്പം ഭഗവാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു. അപ്പൊ അവരെ സന്തുഷ്ടരാക്കാനും ഭക്തന്മാരെ സന്തുഷ്ടരാക്കാനും അതോടൊപ്പം തന്നെ മായാവാദികളോടൊന്നും നേരിടാനും ഒക്കെ ആയിട്ട് ഭഗവാൻ ഉടൻ തന്നെ ഒരു അവസരം സൃഷ്ടിക്കുകയാണ്. ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ഭഗവാനോട് അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് വരികയാണ്, ഭക്ഷണത്തിന് ക്ഷണിക്കാനായിട്ട്. ചൈതന്യ മഹാപ്രഭു മറ്റു മായാവാദി സന്യാസിമാരുടെ അടുത്തോ മറ്റൊന്നും പോയി അദ്ദേഹം പ്രസാദം ഭക്ഷിക്കാറില്ല, ആരുടെയും ക്ഷണം സ്വീകരിക്കാറില്ല. എന്നാൽ ബ്രാഹ്മണരെന്ന് പറയുന്ന ഏതെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ, ഈവൻ ബ്രാഹ്മണരുടെ വീട്ടിൽ പോലും അങ്ങനെ അദ്ദേഹം പോകാറില്ല. ഭക്തന്മാരുടെ ഇടയിലാണ് അദ്ദേഹം പോകുന്നത്. ഈവൻ ശൂദ്രനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവൻ ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ, ഇപ്പൊ നമ്മൾ കൊലവേച്ച ശ്രീധരന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊലവേച്ച ശ്രീധർ അവിടെ വീട്ടിൽ പോയിട്ട് ഭഗവാൻ പൊട്ടിയ കലത്തിലിരുന്ന വെള്ളം ഒക്കെ എടുത്തു കുടിച്ചു. അദ്ദേഹം ഒരു ഭക്തനാണ്. അപ്പൊ ഭക്തനെ മനസ്സിലാക്കാൻ ഭഗവാന് സാധിക്കും, സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാനായി അഥവാ സന്തുഷ്ടരാക്കാൻ വേണ്ടി സർവശക്തിത്വം ഭഗവാൻ അവിടെ അതാണ് പ്രയോഗിച്ചത്. സർവശക്തിത്വം ഉപയോഗിച്ചിട്ട് ഈ ഒരവസ്ഥ അഥവാ അങ്ങനെ ഒരു ബ്രാഹ്മണനെ അവിടേക്ക് വരുത്തി ഭഗവാനെ ക്ഷണിക്കാനായിട്ട് ആ ബ്രാഹ്മണൻ വരികയാണ്. ശ്ലോകം 53. ആസി നിവേദന കരെ ചരണേ ധരിയ ഏക വസ്തു മോഗൻ ദേഹ പ്രസന്ന ഹയ്യ. ആസി നിവേദന കരെ ചരണേ ധരിയ ഏക വസ്തു മാഗോൺ ദേഹ പ്രസന്ന ഹയ്യ. ബ്രാഹ്മണൻ മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും തന്റെ അപേക്ഷ സന്തോഷപൂർവ്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ.
അതായത് വിനയപുരസ്സരം ഒരു ഉന്നത അധികാരിയെ സമീപിക്കണം, അഥവാ ഒരു ആചാര്യനെ സമീപിക്കണം, ഗുരുവിനെ കണ്ടെത്തണം. അത് എങ്ങനെയായിരിക്കണം? വിനയത്തോടു കൂടിയായിരിക്കണം. ഒരിക്കലും വെല്ലുവിളിയുടെ മനോഭാവത്തോടു കൂടി ആവരുത്. അതിനൊക്കെ നമുക്ക് തരുന്ന വാണിംഗ് ആണ്. ഭഗവാൻ വാണിംഗും തരും, അതാ മുന്നറിയിപ്പ് തരും. അങ്ങനെ ആവരുത്, ഇങ്ങനെ ചെയ്യണം, നീ പിന്നെ ഗുരുവിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരു ഉന്നത അധികാരിയെ സ്വീകരിക്കണം. പക്ഷെ എങ്ങനെ വേണം? വിനയപുരസ്സരം വേണം, ഒരിക്കലും വെല്ലുവിളിയോടുകൂടി ആവരുത്. പിന്നെ ആധ്യാത്മിക ആചാര്യന്മാർ അല്ലെങ്കിൽ അധികാരികള് അഥവാ ഗുരുവിനെ ഒരിക്കലും വെല്ലുവിളിക്കാൻ പാടില്ല. പകരം അവർക്ക് വിധേയനാവണം, അവരെ സേവിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് പരിപ്രശ്നേന. അവരോട് എങ്ങനെയാ പ്രശ്നങ്ങൾ ചോദിച്ചറിയേണ്ടത്? പരിപ്രശ്നേന സേവയാ, സേവനത്തിൽ കൂടി അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ ഇപ്പൊ സേവനം വരുമ്പോ അവിടെ തീർച്ചയായിട്ടും വിനയം വരും. വിനയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭക്തന്റെ ഭൂഷണം ആണ്, അതായത് ഒരു ഭക്തന്റെ ആഭരണമാണ് വിനയം എന്ന് പറയുന്നത്. ഒരിക്കൽ ശ്രീല പ്രഭുപാദ അദ്ദേഹം പാശ്ചാത്യ നാട്ടില് പോവാ 69കളിൽ. അപ്പൊ അങ്ങനെ പോകാനായിട്ടെല്ലാം തയ്യാറായി. അദ്ദേഹം അദ്വൈതാചാര്യന്റെ ആശ്രമത്തിലെത്തി. അദ്വൈതാചാര്യന്റെ അടുത്ത് അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കാനായിട്ട്. അപ്പൊ അവിടെ ചെന്ന് അപ്പം ഒരു സന്യാസി, അതായത് ശ്രീല പ്രഭുപാദിന്റെ ഒരു ഗോഡ് ബ്രദർ തന്നെയാണ്, സന്യാസി ചോദിച്ചു, ഓ സ്വാമിജി, അങ്ങ് പാശ്ചാത്യ നാട്ടിൽ പോവുകയാണല്ലേ? അപ്പൊ ശ്രീല പ്രഭുപാദ് പറഞ്ഞ അല്ല. അപ്പൊ നാളെ പോവാണ്. അന്നേരം നമ്മളൊക്കെ ആണെങ്കിൽ പറയാ ഞാൻ പോന്നു എന്ന് നമ്മൾ പറയും, വളരെ പ്രൗഢിയോടുകൂടി. ശ്രീല പ്രഭുപാദ് പറയുന്നില്ല, ശ്രീമദ് ഭാഗവതം പാശ്ചാത്യ നാട്ടിലേക്ക് പോകുന്നു. ശ്രീമദ് ഭാഗവതത്തിന് തനിയെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു സേവകനെ പോലെ ഒപ്പം പോകുന്നു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വിനയം. അതായത് അദ്ദേഹം ഒരിക്കലും തൻ്റെ പ്രവൃത്തിയിലോ, അതാണ് ഒരു ഉത്തമ ഭക്തിയോഗിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിനയം. അതാണ് സാധുഭൂഷണ. അതായത് ആ സാധുവിന്റെ ആഭരണം എന്ന് പറയുന്നത് വിനയമാണ്, നമ്രതയാണ്. ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? അതായത് ഒരു പുൽക്കൊടിയെ പോലെ നമ്രത ഉള്ള ആളായിരിക്കണം, വിനയമുള്ള ആളായിരിക്കണം. അതുപോലെ തരൂരപി സഹിഷ്ണുത ഉണ്ടാവണം, മരത്തേക്കാളേറെ സഹിഷ്ണുത ഉണ്ടാവണം. ഇതെല്ലാം ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശിഷ്ടാഷ്ടകത്തിലൂടെ 8 പദ്യങ്ങളിലൂടെ അതിനകത്ത് ഒരുപാട്, അതായത് കൃഷ്ണ കോൺഷ്യസ്നെസ് മൊത്തം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഹൈലി എന്താ പറയാ, ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഓരോന്നും. ആ നിർദ്ദേശങ്ങളിലൂടെയാണ് ആചാര്യന്മാര് കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ മനോഹാരിത മനസ്സിലാക്കിയത്. അപ്പം നമ്മളോട് അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നമ്മളോട് കാട്ടിത്തരുന്ന, അദ്ദേഹം ഒരു ഭക്തന്റെ രൂപത്തിലാണ് വന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാനായിട്ടിരിക്കുകയല്ലായിരുന്നു. അദ്ദേഹം ഭക്തന്റെ രൂപത്തിൽ വന്നിട്ട് ഒരു മാതൃകാപരനായ പ്രബോധകനെ പോലെയായിരുന്നു. അതായത് എന്താ, അതായത് ഗുരുവിൻ്റെയോ ഗുരുവായാലും ശരി, ആധ്യാത്മിക അധികാരികളായാലും ശരി, അവരോട് വളരെ വിധേയമായി നമ്മൾ നിൽക്കണം. നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണ്. ജീവിതത്തിലുടനീളം അതാണ് ഗുരു ശിഷ്യ ബന്ധം വളരെ പവിത്രമാണ്. അത് വളരെ പവിത്രമാണ്. അപ്പൊ ആ ഒരു ബന്ധത്തില് ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വളരെ വിധേയനായിരിക്കണം. അദ്ദേഹം എപ്പോഴും ഗുരുവിനെ സേവിച്ചും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ, ഇപ്പൊ തന്നെ പരീക്ഷിത് മഹാരാജാവ് എത്ര വിനയത്തോടു കൂടിയാണ് ശുകദേവ ബ്രഹ്മർഷിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ ഒരിക്കലും അദ്ദേഹത്തിന് ഭയം ഉണ്ടായില്ല, മനസ്സ് നിറയെ ആകാംക്ഷയായിരുന്നു, ഇനിയും കേൾക്കണം. അതേപോലെ ആയിരിക്കണം ഒരു ശിഷ്യൻ എപ്പോഴും ഗുരുവിൽ നിന്ന് കേൾക്കാൻ തയ്യാറായിരിക്കണം. തൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട ഏറ്റവും വലിയ വഴികാട്ടിയാണ് ഗുരു. അപ്പൊ അതുകൊണ്ടാണ് ശിഷ്യന്മാരും അതുപോലെ തന്നെ മാതൃകാപരമായി തന്നെ വേണം പെരുമാറാൻ. അതേപോലെയാണ് ഈ ബ്രാഹ്മണൻ വന്നിട്ട് വളരെ അപേക്ഷിക്കുന്ന രീതിയിലാണ്, വളരെ സൗമ്യമായിട്ട്, വളരെ അദ്ദേഹത്തിന്റെ പാതാരബിന്ദങ്ങളെയാണ് അദ്ദേഹം ആദ്യം പ്രണമിച്ചത്.
പ്രണമിച്ചതിന് ശേഷമാണ്. അല്ലാതെ വന്നേച്ച് നാളെ ഞങ്ങളുടെ വീട്ടിലെ ഫീസ് ഉണ്ട് വരണം എന്നല്ല. നമ്മൾ ഇതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഗുരുവിന്റെ അടുത്ത് അല്ലെങ്കിൽ മുതിർന്ന വൈഷ്ണവന്റെ അടുത്ത് നമ്മൾ പെരുമാറേണ്ടത്? ഇതൊക്കെ പെരുമാറ്റച്ചട്ടങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മളെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ശിഷ്യന്മാരും ഭഗവാന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെയാണ്. എപ്പോഴും അവരുടെ ഹൃദയത്തിൽ വിനയമാണ്. ഗുരുവിന്റെ മനസ്സിലും അതേപോലെ എപ്പോഴും അദ്ദേഹം വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹവും യജമാനൻ എന്നുള്ള നിലയിലല്ല, അദ്ദേഹവും ഭഗവാന്റെ ഒരു ഭൃത്യൻ എന്ന നില. അതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത്. അപ്പം ഈ മഹാപ്രഭുവിന്റെ പരിശുദ്ധമായ സംഘത്താൽ ഈ ബ്രാഹ്മണനും ഈ തത്വങ്ങളൊക്കെ അനുസരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അതാണ് ലവമാത്ര സാധു സംഘേ. ഈ ബ്രാഹ്മണനും ഈ മഹാപ്രഭുവിനെ കണ്ടു. ധാരാളം മായാവാദി സന്യാസിമാരുടെ ഇടയിൽ ഒരു വൈഷ്ണവ സന്യാസി, മായാവാദികളോട് ആരോടും ഇടപഴകാൻ പോകാത്ത, തൻ്റെ തത്വങ്ങളെ വളരെ കർശനമായി പാലിക്കുന്ന ഒരു യുവ സന്യാസി ആണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ അദ്ദേഹം അതിനെ ഒബ്സർവ് ചെയ്തു. എങ്ങനെയാണ് ആ ബ്രാഹ്മണൻ ഒബ്സർവ് ചെയ്തത്? മായാവാദികളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ വിനയം, അദ്ദേഹത്തിന്റെ കാരുണ്യം, ഇതൊക്കെ അദ്ദേഹത്തെ ആകർഷിച്ചു. അങ്ങനെ കുറച്ചു സമയത്തെ ഒരു സത്സംഗം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ശുദ്ധീകൃതനായത്. അപ്പൊ ഭക്തന്മാരുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോഴാ, അവരുമായിട്ട് നമ്മൾ സംഘം ചേരുമ്പോഴാ നമുക്കും ആ പരിശുദ്ധി ഉണ്ടാകും. അവര് ചെയ്യുന്ന കാണുമ്പോഴാ, അല്ലെങ്കിൽ അവർ ഓരോ ഭഗവാനു വേണ്ടിയും ഗുരുവിനു വേണ്ടിയും അവര് സേവനങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാ നമ്മൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തണം ഓരോ അവസരവും. ദേവഹൂതി പറയുന്നുണ്ട്, അതായത് കർദമമുനി അദ്ദേഹം ഭയങ്കര വൈഷ്ണവനാണ്. പക്ഷെ ദേവഹൂതി അദ്ദേഹത്തെ സേവിച്ചു. യാതൊരു പരാതിയും പരിഭവമൊന്നുമില്ലാതെ അവര് അദ്ദേഹത്തെ സേവിച്ചു. പക്ഷെ എന്നാലും അവര് പറയുന്ന എന്താണ്? കപിലദേവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ, കപിലദേവൻ തനിക്ക് മകനായി വന്നു കഴിഞ്ഞ് അവരുടെ മനസ്സിലിരിക്കുന്ന വിഷമങ്ങളൊക്കെ പറയുന്നു. ഞാൻ ഇത്രയും മെറ്റീരിയൽ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി അലയുകയായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചത് ഒരു മഹാഭക്തനായിരുന്നു, അല്ലെങ്കിൽ ഒരു മഹായോഗിയായിരുന്നു. പക്ഷെ എനിക്ക് ആ അവസരം എനിക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ അസോസിയേഷനെ പൂർണ്ണമായും എനിക്ക് മനസ്സിലാക്കാനോ അഥവാ അതിനെ പ്രയോജനപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്നാണ് ദേവഹൂതി പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഒരു ഭക്തനെ കാണുമ്പം ലവമാത്ര സാധുസംഘം എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് ഒരു ലവമാത്ര, ഒരു ക്ഷണനേരത്തെ ആ സാധുസംഘം പോലും നമ്മളത് പ്രയോജനപ്പെടുത്തണം. എവിടെയാണ് ഒരു വൈഷ്ണവൻ വരുന്നത്? എപ്പോഴാണ് അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊരു സേവ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം കഴിഞ്ഞ ദാമോദര മാസം കഴിഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ വളരെ പുണ്യമാണ് ആചാര്യന്മാരെ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരെ സേവിക്കുന്നതും ഈവൻ ഒരു ദർശനം പോലും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്കും പരിശുദ്ധി ഉണ്ടാകുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ബദ്ധജീവാത്മാക്കളാണ്. നമ്മുടെ മനസ്സ് നിറയെ കണ്ടാമിനേഷനാണ്, മലിനപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ മലിനമായിട്ടുള്ള മനസ്സിനെ അല്ലെങ്കിൽ ഈ അവബോധത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ നമ്മൾ നാമം ജപിക്കുകയും ശാസ്ത്രങ്ങൾ വായിക്കുകയും ഗുരുക്കന്മാരുടെ അസോസിയേഷൻ എടുക്കുകയും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ശുദ്ധീകൃതനായത്, ബ്രാഹ്മണൻ. അല്ലെങ്കിൽ മായാവാദികളുടെ കൂടെ നിന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് ആ പരിശുദ്ധി വരില്ല. ഒരു ലവമാത്ര സാധുസംഘം കൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ സാധുസംഘം കൊണ്ട് ബ്രാഹ്മണൻ ഈ തത്വങ്ങൾ അനുസരിച്ചു. അദ്ദേഹം അതുകൊണ്ടാണ് ഉന്നതാധികാരിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനോട് അപേക്ഷ സ്വരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ആ പാതാര വിന്ദങ്ങളെ അദ്ദേഹം പ്രണമിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സന്യാസിമാരെയൊക്കെ വിളിച്ച് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അങ്ങും അതിനകത്ത് പങ്കെടുക്കണം. അത്ര വിനയത്തോടു കൂടിയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മള് മറ്റ് ഭക്തന്മാരെ കണ്ടു പഠിക്കേണ്ടത്. അവരുടെ സംഘത്തിൽ ഇരിക്കുമ്പോഴാ, അവരോടൊപ്പം നമ്മൾ സത്സംഗത്തിലിരിക്കുകയും അവരോടൊപ്പം നമ്മൾ ഭഗവാനെ സേവിക്കുകയും ചെയ്യുമ്പോൾ, അവരോടൊപ്പം നാമം ജപിക്കുമ്പോൾ, ഭഗവത് കഥ ശ്രവിക്കുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവര് ഭഗവത് കഥ ശ്രവിക്കുന്നത്, എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവര് ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ പാദങ്ങളെ നമിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവിനെ എത്രമാത്രം നിഷ്കർഷയോടുകൂടിയാണ് അവര് സേവിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുമ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രേരണ ഉണ്ടാകും. എനിക്കും അങ്ങനെ ആവണം, എനിക്കും ഗുരുവിനെ സേവിക്കണം,
എനിക്കും ഭഗവാൻ ഇതേപോലെ, അതാണ് മൂഡ്, മനോഭാവം, നമ്മുടെ മൂടെന്ന് പറയുന്ന അതാണ്. ആ മനോഭാവത്തിൽ വേണം നമ്മൾ ഭഗവാനെ ആയാലും ഗുരുവിനെ ആയാലും സേവിക്കാൻ. അപ്പോഴാണ് ഭഗവാന്റെ കൃപാകടാക്ഷം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, സകല സന്യാസി മൂയി കൈനു നീ മന്ത്രാണ തുമിയതി ഐസ പൂർണ്ണ ഹയമോരമാന. അല്ലയോ പ്രഭു, ബനാറസിലെ എല്ലാ സന്യാസിമാരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. അവിടുന്ന് എൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചാൽ എൻ്റെ അഭീഷ്ടം സഫലമാകും. എന്താണ്? ഏക വൈഷ്ണവ സന്യാസിയാണ് ബനാറസിലെ. അപ്പൊ എല്ലാ സന്യാസിമാരെയും ഞാൻ ക്ഷണിച്ചു എൻ്റെ വീട്ടിലേക്ക്. ഇനി ഈ ക്ഷണം, എൻ്റെ ക്ഷണം അങ്ങും കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭീഷ്ടം സഫലമാകും. കാരണം ഇവരൊക്കെ ഭക്തന്മാരാണ്. മറ്റുള്ള സന്യാസിമാരെ ഇപ്പൊ തന്നെ ചൈതന്യ ശ്രീല പ്രഭുപാദ് പണ്ടൊക്കെ അദ്ദേഹത്തിന്റെ പിതാവ് ഗൗർ മോഹൻ ഡേ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അങ്ങനെയാണ്, ഗൗർ മോഹൻ ഡേ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സന്യാസിമാരെയൊക്കെ വിളിച്ച് എന്നും ഇങ്ങനെ പ്രസാദം വിതരണം നടത്തുമായിരുന്നു. സന്യാസിമാരെല്ലാം പോയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ജീവിക്കാൻ. പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഗൃഹസ്ഥരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് അവർ സ്വീകരിക്കും. അപ്പൊ ശ്രീല പ്രഭുപാദിന്റെ വീട്ടിൽ എന്നും ഇങ്ങനെ സന്യാസിമാരെ വിളിച്ചുകൊണ്ട് വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് അവർക്ക് ഭക്ഷണം വിളമ്പുമായിരുന്നു. അപ്പൊ ശ്രീല പ്രഭുപാദ ജനിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയെ ഇങ്ങനെ ഡെലിവറി റൂമിൽ കയറ്റുന്ന സമയത്തും അദ്ദേഹം നന്ദോത്സവമൊക്കെ സമയമാണ്, നന്ദോത്സവത്തിന്റെ ദിവസമാണ്, അതായത് അഷ്ടമി രോഹിണിയുടെ, അതായത് ജന്മാഷ്ടമിയുടെ തൊട്ട് പിറ്റേ ദിവസം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വൈഷ്ണവരെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സന്യാസിമാരെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അവിടുന്ന് ലേബർ റൂമിലാണ് എന്ന് വന്ന് വിവരം അറിയിക്കുന്നതും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവരെല്ലാം ആശീർവദിക്കും, നിങ്ങളുടെ മകൻ എന്ന് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ മകൻ ഒരു നല്ല കൃഷ്ണഭക്തനാവട്ടെ, അഥവാ അല്ലെങ്കിൽ രാധാറാണിയുടെ ഭക്തനാവട്ടെ എന്ന് ആശീർവദിക്കും. അതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം നൽകിയ കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു പ്യുവർ വൈഷ്ണവനായിരുന്നു, പരിശുദ്ധ ഭക്തനായിരുന്നു, വൈഷ്ണവനായിരുന്നു. അപ്പൊ അതൊക്കെയാണ് വൈഷ്ണവരുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഒരുപാട് നന്മകളുള്ളവരാണ്, ഒരുപാട് യോഗ്യതകളുള്ളവരാണ്, ഗുണങ്ങളുള്ളവരാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. അപ്പം ഇവിടെ വൈഷ്ണവ സന്യാസിയാണ് ആര്? ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ മറ്റു സന്യാസിമാരെല്ലാം മായാവാദികളാണെന്ന് ആർക്കറിയാം? ഈ ബ്രാഹ്മണൻ അറിയാം. മനസ്സിലായോ? അപ്പോ അദ്ദേഹം ഈ സന്യാസിമാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യും. അതൊക്കെ ഗൃഹസ്ഥരുടെ ഒരു ധർമ്മം കൂടിയാണ്. കാരണം ഗൃഹസ്ഥര് എന്ന് പറയുന്ന ഗൃഹസ്ഥർ ഓരോരുത്തരും നമ്മൾ വലിയ ഭഗവത് സേവനങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ വലിയ ഭഗവത് സേവനം ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത് ഭക്തന്മാരെ സേവിക്കുന്നത് വഴി, ഇപ്പൊ നമ്മളിപ്പോ പറയുമല്ലോ, ഗുരുവിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ സേവിക്കുകയും ചെയ്യും. അതേപോലെ ഇതുപോലുള്ള സന്യാസിമാരെ അല്ലെങ്കിൽ അവരെ കൊണ്ടൊക്കുന്ന തരത്തില് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരെ സേവിക്കുക. ഭഗവാനെ സേവിക്കുന്നതിനെക്കാട്ടിൽ ഉത്കൃഷ്ടമാണ് ഭഗവത് ഭക്തന്മാരുടെ സേവ. ഭഗവാനെ സേവിക്കാൻ എല്ലാവർക്കും പറ്റും. ശ്രീല പ്രഭുപാദ പറയുന്ന പോലെ 16 മാല നാമം ജപിക്കാനും 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനും എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ശരിയായ രീതിയിൽ കൃഷ്ണാവബോധത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിന്റെ പരിശുദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ സന്യാസിമാരായാലും ഭക്തന്മാരെ ആയാലും അതാണ് ദദാതി പ്രതിഗൃഹണാദി. അതായത് നമ്മൾ ഭക്തന്മാരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കണം, അവർക്ക് പ്രസാദം കൊടുക്കണം. അതേപോലെ അവര് ക്ഷണിക്കുന്ന പ്രകാരം നമ്മൾ അവിടെയും പോകണം. അവര് തരുന്ന സമ്മാനങ്ങൾ, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. അവര് തരുന്ന സമ്മാനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ ഇതൊക്കെ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം എക്സ്ചേഞ്ച്, അതായത് ലവിങ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഒരാളിനോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുന്നത്. സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, അവർക്ക് നമ്മൾ പ്രസാദം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതേപോലെ വൈഷ്ണവ സന്യാസിമാരെ വിളിക്കുക, അവരെ ഊട്ടുക, ബ്രാഹ്മണരെ ഊട്ടുക എന്ന് വെച്ചാൽ എന്താ? ഭഗവാൻ ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. ഭഗവാന്റെ മുഖമാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. അപ്പൊ അവരെ വിശേഷിച്ച് വൈഷ്ണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉത്കൃഷ്ടരാണ്. അപ്പൊ ആ വൈഷ്ണവരെയൊക്കെ വിളിക്കുക, വീട്ടിലേക്ക് ക്ഷണിച്ച് അവരെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിരുത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൗതിക ലോകത്തുള്ള സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടത്തിലാണ് നാരദമുനിയെ വിളിച്ച് അദ്ദേഹം സൽക്കരിക്കുന്നത്. അദ്ദേഹത്തെ കാണുമ്പം എഴുന്നേറ്റ് നിൽക്കുക,
അദ്ദേഹത്തെ ആദരിക്കുക, വിളിച്ചിരുത്തി പാദങ്ങൾ കഴുകുക, ഇതൊക്കെ എന്താണ്? ഗൃഹസ്ഥൻ നമ്മളെ കാട്ടിത്തന്നതാണ് ഭഗവാൻ. യദ്യതാചരതി ശ്രേഷ്ഠസ് തത്തദ്ദേവേ തരോജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. അതായത് സമൂഹത്തില് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് തന്നെ ചെയ്താലും സാമാന്യ ജനങ്ങൾ അത് പിന്തുടരും. ഭഗവാൻ അത് കാട്ടിത്തന്നതാണ്. അതേപോലെ ഭഗവാന്റെ ഓരോ കർമ്മങ്ങളും ഓരോ പ്രവർത്തികളും ഭഗവാൻ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ രീതിയിലാണ് ചൈതന്യ മഹാപ്രഭു ഭക്തനായിട്ട് വന്ന എന്തിനാ? ഭക്തൻ എങ്ങനെയായിരിക്കണം, ഒരു ഭക്തന്റെ ജീവിതം അവൻ എങ്ങനെയായിരിക്കണം ചിട്ടപ്പെടുത്തേണ്ടത്, അവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്, മറ്റുള്ളവരെ എങ്ങനെയാണ് അമാനിന മാനദേന, ഇതൊക്കെ ഭഗവാൻ പറയുന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുക, ഒരു റെസ്പെക്റ്റും ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കരുത്. നമ്മളൊക്കെ തിരിച്ചാ, കേട്ടാലും പറഞ്ഞാലും ഒക്കെ നമ്മളും തിരിച്ചാ. എല്ലാവർക്കും ഉണ്ടാ ഒരു ഇൻക്ലിനേഷൻ, എന്ത്? അതായത് എല്ലാവരിൽ നിന്നും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എന്നെ റെസ്പെക്ട് ചെയ്യണം. അവരെന്നെ റെസ്പെക്ട് ചെയ്തില്ല, ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. നമ്മൾ എന്തിനാണ് അത് പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഒരിക്കലും ആരിൽ നിന്നും എന്താ റെസ്പെക്ട് പ്രതീക്ഷിക്കരുത്, ബഹുമാനം പ്രതീക്ഷിക്കരുത്. അവർക്ക് കൊടുക്കുക. ഗീവ് റെസ്പെക്ട്, ഗെറ്റ് റെസ്പെക്ട്. നിങ്ങൾ കൊടുക്ക്, പിന്നീട് അവർ തരും. അതുപോലെ നാം പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കൽ നമ്മൾ വൈഷ്ണവ ജീവിതത്തിലാ നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അവർക്ക് എന്ത് നന്മ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സാധാരണ ജനങ്ങൾക്ക് ഇതാണ് ലോഹാനാം ഹിതകാരിണോ, മറ്റുള്ളവർക്ക് എന്ത് നന്മ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അവരുടെ ഹിതത്തിന് വേണ്ടി എന്ത് പ്രവർത്തിക്കാൻ പറ്റും. ഭഗവാൻ ഏതെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്, ആചാര്യന്മാർ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അതേപോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളും പ്രവർത്തിക്കുക. നമ്മളെ കൊണ്ടുക്കുന്ന സഹായങ്ങൾ, മറ്റുള്ളവരെ കൊണ്ട് നാമം ജപിപ്പിക്കുക, അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തി കൊടുക്കുക. അതായത് നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തുക, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക, ഉന്നതരായിട്ടുള്ള ശ്രേഷ്ഠരായ വ്യക്തികളെ ബഹുമാനിക്കുക, താഴേക്കുള്ളവരെ അവരെ കൂടെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെ നമ്മുടെ ധർമ്മമാണ്. ഒരു കൃഷ്ണാവബോധത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. സൂക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതനുസരിച്ച് പെരുമാറണം. അപ്പൊ ഇവിടെ ഗൃഹസ്ഥന്മാരുടെ ധർമ്മം എന്ന സ്ഥിതിയില ഈ ബ്രാഹ്മണൻ അദ്ദേഹം ഈ മായാവാദി സന്യാസിമാരെയൊക്കെ വിളിച്ച് എല്ലാ ദിവസവും അദ്ദേഹം ഭക്ഷണം നൽകുമായിരുന്നു. അപ്പൊ മായാവാദി സന്യാസിമാരും സന്നിഹിതരാകുമെന്നതിനാൽ മഹാപ്രഭുവിനെ കൊണ്ട് ക്ഷണം സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം വിചാരിച്ചു. മായാവാദികൾ വരുന്നിടത്ത് ഞാൻ വരുന്നില്ല. ചില ഡിവോട്ടീസ് ഒക്കെ പറയും, അവിടെയൊക്കെ കർമ്മികൾ വരുന്ന, ഞാൻ അതുകൊണ്ട് വരുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അവിടെ 10 കർമ്മികൾ വന്നാൽ ഒരാളെങ്കിലും നമുക്ക് അവരോട് പ്രീച്ച് ചെയ്ത് കൃഷ്ണ കോൺഷ്യസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ എന്തായി? അപ്പൊ അതാണ് നമ്മൾ വിചാരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, അവിടെയൊക്കെയോ ഒക്കെ കർമ്മികൾ മാത്രം വരുന്നത്, എനിക്ക് അവിടെ വന്നാൽ ശരിയാവത്തില്ല. അതൊക്കെ ഫനറ്റിസിസമാണ്. ഒരിക്കലും അത് പാടില്ല. കാരണം നമ്മള് കൃഷ്ണ കോൺഷ്യസിൽ വരുന്നത് നമുക്ക് ശ്രീല പ്രഭുപാദ പണ്ട് അദ്ദേഹം പാശ്ചാത്യ നാട്ടിൽ പോയ സമയത്ത് അദ്ദേഹം കർമ്മിയായിട്ടുള്ള, അതായത് മത്സ്യമാംസം ഭക്ഷിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്, അവരോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് ഇപ്പൊ അദ്ദേഹത്തെ ഒന്നും ബാധിക്കത്തില്ല, അദ്ദേഹത്തിന് അത്രമാത്രം പരിശുദ്ധ ഭക്തനാണ്. പക്ഷെ എന്നാലും എന്തിനു വേണ്ടിയാണ്? അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി. അതാണ് ലോഹാനാം ഹിതകാരിണം. മറ്റുള്ള എല്ലാം കംപ്ലീറ്റ് കമ്പാഷൻ, എല്ലാരോടും അനുകമ്പയുള്ളവനായിരിക്കണം. അതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ മായാവാദി സന്യാസികൾ വരുന്നിടത്ത് ഞാൻ വരത്തില്ല എന്ന് ഭഗവാൻ പറയില്ല. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് തന്നെ എനിക്ക് അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാമല്ലോ. അവരൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോ ഈ ദാമോദര പൂജ ചെയ്യാൻ പോകുമ്പോ എത്രയോ ആൾക്കാരുടെ അടുത്താണ് നമ്മൾ പോകുന്നത്. നാരായണീയക്കാര്, പിന്നെ അതുപോലെ തന്നെ അമൃതാനന്ദമയുടെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വിശ്വാസമാണത്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഹരിനാമം കൂടെ ജപിക്കൂ, എന്നെങ്കിലും അവർ രക്ഷപ്പെടട്ടെ. അതാണ്. അപ്പം ഭഗവാനെ കൊണ്ട് ക്ഷണം സ്വീകരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് ബ്രാഹ്മണൻ അറിയായിരുന്നു. പക്ഷെ എന്താ അദ്ദേഹം ചെയ്തത്? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചെന്നാണ് അപേക്ഷിച്ചത്, അല്ലെ? പാതാരവിന്ദത്തിൽ വീണിട്ട് തന്റെ അഭീഷ്ടം സാധിച്ചു തരണം. ഒരിക്കലും അങ്ങനെ നോ പറയില്ല.
ഒരു ഭക്തനാവട്ടെ ഭഗവാനാവട്ടെ നോ പറയില്ല. കാരണം ഭഗവാന്റെ പാദങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പാദാശ്രയം. ഇപ്പൊ ഗുരുപാദാശ്രയം നമ്മൾ പറയും. ഗുരുവിന്റെ പാദങ്ങളെ ആശ്രയിക്കുക, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആശ്രയിക്കുമ്പോഴാ ഒരിക്കലും ഭഗവാൻ നമ്മളെ, അതുകൊണ്ടാണ് എല്ലാവരും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കണം, അല്ലെങ്കിൽ പാതാരവിന്ദങ്ങളെ സ്മരിക്കണം എന്ന് പറയുന്നു. നമുക്ക് അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക. ഭഗവാനെ, അവിടുത്തെ തൃപ്പാദങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനോട് കേണ് പറയുക. അതേപോലെ തന്നെയാണ് ഈ ബ്രാഹ്മണനും ചെയ്തത്. അദ്ദേഹം 100 സന്യാസിമാരെ കാണുന്നതാണ്, മായാവാദി സന്യാസികളെ കാണുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിൽ അദ്ദേഹം ആകർഷനായി? കാരണം എന്താ? അദ്ദേഹം ഭഗവാൻ സർവാകർഷകനാണ്, അല്ലേ? അദ്ദേഹം സന്യാസി അല്ല, അദ്ദേഹം ഭഗവാനാണ്. ഭഗവാൻ സർവാകർഷകനാണ്. എല്ലാ ജീവാത്മാക്കളെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട്. ജീവൻ കൃഷ്ണനായിക്കോട്ടെ, ചൈതന്യ മഹാപ്രഭു ആയിക്കോട്ടെ, ശ്രീരാമചന്ദ്രമൂർത്തി ആയിക്കോട്ടെ, ഭഗവാന്റെ ഏത് അവതാരത്തിനായാലും മറ്റ് ജീവാത്മാക്കള്, കാരണം എന്താണ്? ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ അഖിലദേഹിനാം അന്തരാത്മദൃക്, അല്ലേ? എല്ലാ ഹൃദയങ്ങളിലും സാക്ഷിയായിട്ടുള്ള പരമാത്മരൂപേണെ വാഴുന്ന സുഹൃത്തായിട്ടുള്ള, അതായത് സുഹൃതാം സർവഭൂതാന, അല്ലേ? സുഹൃത്തായിട്ട് വാഴുന്ന ഭഗവാനാണ്. അപ്പൊ കാണുമ്പോഴേ അറിയാം ഇത് ഭഗവാൻ തന്നെയാണ്. ആകർഷണം ഉണ്ടാകും. ചൈതന്യ മഹാപ്രഭുവിനോട് അത്ര ആകർഷണം ഉണ്ടായി അവർക്ക്, അദ്ദേഹത്തിന്, ഈ ബ്രാഹ്മണന്. അപ്പം എന്റെ അഭീഷ്ടം സാധിച്ചു തരണം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് കേണപേക്ഷിച്ചു. ന്യായാഹ സന്യാസി ഗോഷ്ഠി ഇഹ ആമിജാനി മോരേ അനുഗ്രഹകര നിമന്ത്രണവാനി. ന്യായാഹ സന്യാസി ഗോഷ്ഠി ഇഹ ആമിജാനി മോരേ അനുഗ്രഹകര നിമന്ത്രണമാനി. അല്ലയോ പ്രഭോ, അങ്ങ് മറ്റ് സന്യാസിമാരുമായി ഒത്തുചേരുകയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദയവായി എന്നിൽ കാരുണ്യം കാട്ടി എന്റെ ക്ഷണം സ്വീകരിച്ചാലും. എനിക്കറിയാം അവിടെ മായാവാദി സന്യാസിമാരെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ആ മായാവാദി സന്യാസിമാരുമായിട്ടൊന്നും അങ്ങ് കൂട്ടുകൂടാൻ പോകത്തില്ല. കാരണം എന്താണ്? ഒരു വൈഷ്ണവാചാര്യൻ തന്റെ തത്വങ്ങളിൽ നിഷ്കർഷയുള്ളവനാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ഭക്തൻ, എപ്പോഴും കർശനമായിരിക്കണം, നിഷ്കർഷയോടുകൂടി തന്റെ തത്വങ്ങളെ പാലിക്കുന്നവരായിരിക്കണം. അതാണ് വജ്രായുധം പോലെ കഠോരനാകും ചില സമയത്ത് സന്യാസി അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ, എന്താണ്? പക്ഷെ പുഷ്പം പോലെ, പുഷ്പതുല്യം മൃദുല ഹൃദയനും കൂടെ ആയിരിക്കും. ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെ പല ആവർത്തി പറയുന്നുണ്ട്. അതായത് നമ്മള് കേട്ടിട്ടുണ്ട് ചോട്ടാ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ച്. ചോട്ടാ ഹരിദാസ്, അതുപോലെ തന്നെ പ്രതാപരുദ്രയുടെ അടുത്ത് പിന്നെ ഭഗവാൻ അദ്ദേഹം ഒരു ലൗകികനാണ്. അപ്പൊ അത് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അത് ഭഗവാന് അവരോട് പേഴ്സണലായിട്ട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. പ്രതാപരുദ്രയെ പലരും റെക്കമെൻഡ് ചെയ്തു ഒരു കൂടിക്കാഴ്ച, അദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിക്കണം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ഞാൻ ചെയ്യില്ല. കാരണം നാളെ ആൾക്കാർ, ഞാനൊരു സന്യാസിയാണ്, നാളെ ആൾക്കാർ പറയും കണ്ടോ ആ ലൗകികനായിട്ടുള്ള ആൾക്കാരോടൊപ്പമാണ് സന്യാസിയുടെ കൂട്ടുകെട്ട്. അപ്പൊ എന്താണ്, ഗ്രാജുവലി ആ സന്യാസി ഈ ഗൃഹസ്ഥരുടെ, ലൗകികരായിട്ടുള്ള ആൾക്കാരുടെ ആയിട്ട് ഇടപെടുകയും അവരോട് ഇടപെടുന്നത് വഴി ആ സന്യാസത്തിന് പരിശുദ്ധിക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വളരെ കെയർഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു സന്യാസി, ഈവൻ ഒരു ഭക്തനും അങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് ശ്രീല പ്രഭുപാദ ലാസ്റ്റ് ലെസണിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ, അതായത് ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഭക്തന്മാരോടൊപ്പം ഇരിക്കണം. ഈ ഭക്തന്മാരുടെ ഇടയിലൊക്കെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അല്ലേ? നമുക്കറിയാം, ഭക്തന്മാര് തന്നെ ആയാൽ തന്നെയും വൈഷ്ണവരായാൽ തന്നെയും മനുഷ്യർ എന്നുള്ള നിലയിൽ, ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള ആ ഒരു സ്വഭാവം കാണിക്കും ചിലപ്പോൾ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അതിന് ഉദാഹരണം പറയുന്നത്, പക്ഷെ നമുക്ക് ഒറ്റയ്ക്കൊന്നും പോയി സർവൈവ് ചെയ്യാനേ പറ്റില്ല. കാരണം എപ്പോഴും വൈഷ്ണവരോടൊപ്പം നിൽക്കണം. അതാണ്, വൈഷ്ണവരോടൊപ്പം നിൽക്കണം എന്ന് വെച്ചാൽ എപ്പോഴും അസോസിയേഷനിൽ നിൽക്കണം. ഒരിക്കലും അവിടെ നിന്ന്
മാറി. ഓ, ഞാൻ ഇപ്പം മംഗളാരതിക്കൊന്നും പോയില്ലേലും തിരക്കിടില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് മംഗളാരതി ചെയ്യുന്നു, ഭാഗവതം വായിക്കുന്നു. ചില ആൾക്കാർ ഇങ്ങനെയാ പറയുന്നത്. മംഗളാരതി ഒരു ദിവസം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മംഗളാരതിക്ക് പോയിരിക്കണം. അല്ലെങ്കിൽ ഒരു നാമഘട്ട, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു അസോസിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പോയിരിക്കണം. ക്ലാസ് ആയാലും പൂജയായാലും മംഗളാരതി ആയിക്കോട്ടെ, സന്ധ്യാരതി ആയിക്കോട്ടെ, ഗുരുപൂജ ആയിക്കോട്ടെ, നമ്മൾ അത് പോയി പങ്കെടുക്കണം. അല്ലാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാൻ ഗുരുപൂജ ചെയ്തു, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ രാവിലെ മംഗളാരതിക്ക് വരാതെ. എന്താ മംഗളാരതിക്ക് വരാൻ? ഓ, ഞാൻ വീട്ടിൽ ഇരുന്ന് മംഗളാരതിയൊക്കെ ചെയ്ത് ഭാഗവതം ഒക്കെ വായിച്ചു. പക്ഷെ ഡിവോട്ടി അസോസിയേഷൻ കിട്ടില്ല, സർവീസ് കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു വൈഷ്ണവന് അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ ചില സമയത്ത് അവര് ഭയങ്കര എന്താ പറയാ, ഭഗവാനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ വജ്രായുധം പോലെ കർക്കശമായിരിക്കണം നമ്മുടെ നിഷ്ഠ. വളരെ കർക്കശമായി നമ്മളത് പാലിക്കണം. നമുക്ക് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, 16 റൗണ്ട്സ് ചാൻറ്റ് ചെയ്യണം. അതിനാണ് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ എപ്പോഴെങ്കിലും നാമം ജപിച്ച് തീർക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ഓ എനിക്കിപ്പോ അസോസിയേഷൻ ഒന്നുമില്ല, നാട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ്, എനിക്ക് അതുകൊണ്ട് പറ്റുന്നില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഭഗവാൻ നമ്മൾക്ക് എന്താ പറയാ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്കത് സാധിച്ചു തരും. നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കണം. കൃഷ്ണ കോൺഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രഭാത പറയുന്നാല് 16 റൗണ്ട്സ് ചാൻറ്റ് ചെയ്യാനും 14 16 എന്താ അല്ല 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനും ഒക്കെ പറ്റും ഈസി ആയിട്ട്. പക്ഷെ അതിലെ കർക്കശമായ നിയമങ്ങളുണ്ട്, അതിന്റെ നിഷ്ഠകളുണ്ട്, സാധനയുണ്ട്. അതൊക്കെ വളരെ നിഷ്ഠയോടുകൂടി തന്നെ നമ്മൾ നിലനിർത്തിയാലേ നമ്മുടെ ജീവിതത്തിലെ കൃഷ്ണ കോൺഷ്യസിൽ നമ്മൾ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ 4 പ്രിൻസിപ്പിൾസ് പറയുന്നത്. ബുക്സ് ആർ ദ ബേസിസ്, എന്താണ്, യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അപ്പൊ അതേപോലെ അതുകൊണ്ടാണ് വജ്രായുധം പോലെ കഠോരനാണെങ്കിലും പൂപോലെ മൃദുലമാണ്. ഇപ്പൊ മായാവാദി സന്യാസികളുടെ അടുത്ത് അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം വജ്രായുധം പോലെ വളരെ കഠോരമായി നിൽക്കില്ല, ഞാൻ അവരോട് അസോസിയേറ്റ് ചെയ്യില്ല എന്ന് അദ്ദേഹം അങ്ങനെ ഒരു വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം മൃദുല ഹൃദയനാണ്, അല്ലേ? പണ്ട് എന്താ, അദ്ദേഹം ഈ സൗത്ത് ഇന്ത്യൻ ടൂറിന് പോയി, ചൈതന്യ മഹാപ്രഭു പോയ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഹെൽപ്പിന് വിട്ടത് ഒരു കാലകൃഷ്ണ പ്രഭുവാണ്, കാലകൃഷ്ണദാസ്. അപ്പം കേരളത്തിൽ വന്ന സമയത്ത് അവിടെ ഈ ഭട്ടതിരികളുണ്ട്. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഈ നമ്പൂതിരി ഭട്ടതിരി അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, നമ്പൂതിരി അതായത് ബ്രാഹ്മണ വംശത്തിന്റെ പല ശാഖകളാണ്. അപ്പൊ ഇവരൊക്കെ ശരിക്കും ഈശ്വരാവബോധം എപ്പോഴും നിലനിർത്തേണ്ട ആൾക്കാരാണെങ്കിലും അവര് കാലം കഴിയും തോറും അവരുടെ നിഷ്ഠകളൊക്കെ തെറ്റി അവര് പല വഴിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങും. അപ്പൊ ഏതോ സ്ത്രീകളെ കൊണ്ടുവരുന്ന ഒരു ഏർപ്പാട് ചെയ്യാനായിട്ട് ഈ കാലചക്ര പ്രഭുവിനെ അവര് വിനിയോഗിച്ചു. കാലചക്ര ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വന്നതാണ്, ഇവരുടെ സ്വാധീനത്തിൽ പെട്ടുപോയി. അപ്പൊ ചൈതന്യ മഹാപ്രഭു ചെന്നിട്ട് അവരോട് ചോദിച്ചു, ഞാനൊരു യുവ സന്യാസിയാണ്, വൈഷ്ണവ സന്യാസിയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എൻ്റെ കൂടെ ഹെൽപ്പിന് വന്ന ഈ ഭക്തനെ നിങ്ങൾ എന്തിനാണ് പിടിച്ചുകൊണ്ടുപോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്? അദ്ദേഹത്തെ ഫോഴ്സിബിളി പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഭൗതിക ലോകം വിശേഷിച്ച് കലിയുഗം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് ചില സമയത്ത് കൃഷ്ണ കോൺഷ്യസ് നമ്മൾ എത്രമാത്രം നിഷ്ഠയോടുകൂടി പോയാലും നമുക്ക് ഒറ്റയ്ക്ക് അതിനെ നമുക്ക് നേരിടാൻ പറ്റില്ല, നമ്മുടെ മായയുടെ പ്രഭാവത്തെ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈഷ്ണവരുടെ സംഘത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. അപ്പം എല്ലാ നിയമ നിബന്ധനകളും കർശനമായി പാലിക്കും. പക്ഷേ ചില സമയത്ത് ചില അയവുകളൊക്കെ വരുത്തി കൊടുക്കും നയത്തില്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീല പ്രഭുപാദ പാശ്ചാത്യ നാട്ടിൽ പോയപ്പോൾ അദ്ദേഹം നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ കൂടെ താമസിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാധനങ്ങൾ പോലും ഞാൻ അവരുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വന്നു. കാരണം ഒരു കാലയളവിൽ അത് 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 ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല.
എന്ന് വിചാരിച്ച് എനിക്ക് വേറെ ഫ്രിഡ്ജ് വേണമെന്ന് അവരോട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഈവൻ നമുക്ക് ഭൗതിക ലോകത്ത് ചില സമയത്ത് സാഹചര്യങ്ങൾ അങ്ങനെ വരും. നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വരത്തില്ല. നമ്മുടെ സമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും നമ്മള് എന്താ പറയാ, അതിനൊക്കെ ചില കാര്യങ്ങൾ ചില സമയത്ത് ഇപ്പം നമ്മള് അവര് കർമ്മികളാ, ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ കൂടെ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഇറങ്ങി അവര് നമ്മള് അപ്രോച്ച്, അതാണ് ഔട്ട്റീച്ച്. ഇപ്പൊ നമുക്ക് ഭക്തിവൃഷ്ടിയോടൊപ്പം ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് വെച്ചാൽ ആൾക്കാരിലേക്ക് എത്തുക, ആൾക്കാരുടെ അടുത്ത് എത്തുക നമ്മൾ. എന്നിട്ട് നാമത്തെ കുറിച്ച് പറയുക, ഭഗവാനെ കുറിച്ച് പറയുക, എന്താ പറയാ, ശ്രീല പ്രഭുപാദിനെ കുറിച്ച് പറയുക, ആചാര്യന്മാരെ കുറിച്ച് പറയുക, ഭഗവത്ഗീത, ഭാഗവതം ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോഴ് പറഞ്ഞാല് എന്താ പറയാ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയെ എന്ന് പറയുന്ന പോലെ ആയിരക്കണക്കിന് സഹസ്രക്കണക്കിന് ആൾക്കാരുണ്ട്. അവരിൽ ഒരാളെങ്കിലും അതിനകത്തേക്ക് വരും. ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്തായി? അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാട്ടിത്തന്നത്. അത് തന്നെയാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് കാട്ടിത്തന്നത്. അപ്പം ചില സമയത്ത് നമ്മൾ കുറച്ച് ആ നയത്തിൽ നമ്മൾ അയവ് കാട്ടും. മഹാപ്രഭു മായാവാദി സന്യാസിമാരുമായി കൂട്ടുചേരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മായാവാദി സന്യാസിമാര് ഭയങ്കര കർശനമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. അവരുമായിട്ട് യാതൊരു അസോസിയേഷനും പാടില്ല. കാരണം അവര് വളരെ മോശമാണ്. കാരണം ഞാനും നാരായണനാണ്, കാരണം ഭക്തനാകുന്നതിന് പകരം നാരായണനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവര്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരോട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം നേരത്തെ വളരെ മുമ്പ് തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അസോസിയേറ്റ് ചെയ്യാത്തതും. ബ്രാഹ്മണൻ അത് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഭഗവാന്റെ പാദങ്ങൾ പിടിച്ചിട്ട് അദ്ദേഹം അപേക്ഷിച്ചു. ഇപ്പൊ മായാവാദി സന്യാസിമാരുടെ ഇടയിൽ അദ്ദേഹം പോയെന്ന് വിചാരിച്ചു. ഇപ്പൊ ശ്രീല പ്രഭുപാദ പാശ്ചാത്യ നാട്ടിൽ പോയപ്പം മ്ലേച്ഛന്മാരുടെ അടുത്താണ് പോകുന്നത്, സന്യാസിമാര് കടല് കടന്ന് പോകാൻ പാടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് മായയാണ്. പക്ഷെ എന്തുകൊണ്ട് ശ്രീല പ്രഭുപാദ പോയി? അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, നീ പാശ്ചാത്യ നാട്ടിൽ പോയി പ്രീച്ച് ചെയ്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം അവിടെ പ്രചരിപ്പിക്കണമെന്ന്. ആ ഗുരുവിന്റെ വാക്കുകളെ അദ്ദേഹം പാലിക്കാൻ വേണ്ടിയാണ് പോയത്, ഇല്ലേ? അനുകമ്പയുണ്ടായി അദ്ദേഹത്തിന്. പാശ്ചാത്യ നാട്ടിലെ ആൾക്കാരെ, അതായത് ഈശ്വരാവബോധം തെല്ലുമില്ലാത്ത ജീവിതത്തിന്റെ എന്താ പറയാ, വളരെ പരിതാപകരമായ അവസ്ഥയിൽ, അതായത് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു അവർക്ക്. എന്താ, അവർക്ക് ഈശ്വരാവബോധമാണ് ഇല്ലാതിരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവരെ രക്ഷിക്കേണ്ട കടമ എനിക്കാണ്. അതിനുവേണ്ടി, അതാണ് എൻ്റെ ദൗത്യം, അതാണ് എൻ്റെ ഗുരു എന്നോട് ഉപദേശിച്ചത്. ഞാൻ ഈ ഭൗതിക ലോകത്ത് വന്ന അതിനാണ്. അത് അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹം അത് നിറവേറ്റി. അപ്പൊ എന്ന് പറയുന്ന പോലെ എന്താ പറയാ, മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് ചില സമയത്ത് നമ്മൾ ആ നയത്തിൽ അവരോട് പെരുമാറണം, അല്ലെങ്കിൽ നയത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പം ബ്രാഹ്മണൻ വീണ്ടും പറയുകയാണ്, പ്രഭുഹാസി നിമന്ത്രണ കൈല അംഗീകാര സന്യാസിരെ കൃപാലാഗി ഏ പങ്കീതാൻഹാര. മഹാപ്രഭു മന്ദഹസിക്കുകയും ബ്രാഹ്മണന്റെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ആക്ച്വലി ബ്രാഹ്മണൻ പോലും വിചാരിച്ചില്ല ചൈതന്യ മഹാപ്രഭു ഇത്ര വേഗം സമ്മതിക്കുമെന്ന്. മായാവാദി സന്യാസിമാര് തന്റെ കാരുണ്യം ചൊരിയുവാനാണ് അവിടുന്ന് ഈ നടപടി സ്വീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട്. ഈ മായാവാദികളെയൊക്കെ നമ്മളിങ്ങനെ വെറുതെ വിട്ടാലൊക്കത്തില്ല, അവരോടൊക്കെ പോയി ഒന്ന് കാണിച്ചു കൊടുക്കാം എന്താണ് ഭഗവാൻ ആരാണ് യഥാർത്ഥത്തിൽ. അവരുടെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തനാണ് തീർത്തും ഭഗവാൻ എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ നാരായണനാണ്, ഞാനും ഭഗവാനാണെന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ്, നാരായണൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കാട്ടിക്കൊടുക്കണം. അവരോട് അതും ഭഗവാന്റെ കാരുണ്യമാണ്. മായാവാദി സന്യാസികൾ അവരും മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാ. അവര് മുക്താത്മാക്കളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവർ ഈശ്വരൻ ആരാണെന്നോ, അല്ലെങ്കിൽ ഈശ്വരന്റെ എന്താ പറയാ, കർമ്മങ്ങൾ എന്തൊക്കെയാണോ, അവരുടെ അദ്ദേഹം എന്തിനാണ് ഭൗതിക ലോകത്ത് അവതരിക്കുന്നത്, ഒന്നും ആക്ച്വലി അവർക്ക് അറിയില്ല. അവര് എല്ലാം നാരായണമയം, അല്ലേ? ചിലപ്പോ പറയും ദരിദ്ര നാരായണൻ എന്ന് വിളിക്കും ഭഗവാൻ, മനുഷ്യരെ വിളിക്കുന്ന ദരിദ്ര നാരായണൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം ഉള്ളവരെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നെങ്കിൽ എന്തായി? അതാണ് ഭഗവാൻ ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹം അവരോട് കാരുണ്യം ചൊരിയുവാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഈ ബനാറസിലെ മായാവാദി സന്യാസിമാര് മഹാപ്രഭുവിനെ വിമർശിച്ചു.
അല്ലേ? അതുകൊണ്ടാണ് തപനമിശ്രയും ചന്ദ്രശേഖരും അവിടെ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് പുഞ്ചിരി തൂകി, ആ സമയം വരും, അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അവരെ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം എന്ന് ഭഗവാൻ, അതാണ് പുഞ്ചിരി തൂകിയത്. ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പുഞ്ചിരി തൂകിയതേ ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്താണ് അപ്പൊ അവർക്ക് ഭയങ്കര മനസ്സിന് വിഷമം ഉണ്ടായി. ചൈതന്യ മഹാപ്രഭുവിനെ അവര് ഈ മായാവാദി സന്യാസികള് നിന്ദിക്കുക അതുപോലെ വിമർശിക്കുകയൊക്കെ ചെയ്തപ്പോഴ്, അതേപോലെ ഈ ബ്രാഹ്മണൻ അദ്ദേഹം ഒരു ഭക്തൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് അപേക്ഷിച്ചത്, അല്ലെ? ഭഗവാനെ കൂടെ കൊണ്ടുപോകണം, അദ്ദേഹത്തിന്റെ ആ ക്ഷണം സ്വീകരിപ്പിക്കണം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റണം, അത് ഭഗവാന്റെ വളരെ നിർബന്ധമാണ്. അപ്പം ബ്രാഹ്മണൻ അവിടുന്ന് മറ്റു സന്യാസിമാരുടെ ഇടയിൽ സന്നിഹിതനാകാൻ ക്ഷണിച്ചപ്പോഴാ അതിനുള്ള അവസരവും സമാഗതമായി. അപ്പം ഭഗവാനും ചില പറഞ്ഞ പോലെ ഭഗവാനും ആഗ്രഹിച്ചായിരുന്നു ഭഗവാനെ നിന്ദിക്കുന്ന അവരെ അടുത്തൊന്ന് പോയി അവരെയൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കുക, ഭഗവാൻ ആരാണെന്ന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ബ്രാഹ്മണൻ വന്ന് ക്ഷണിക്കുക കൂടി ചെയ്തപ്പം പിന്നെ അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, പോകണം, അല്ലേ? പോയി അതുകൊണ്ടാണ് അദ്ദേഹം അത് സമ്മതിച്ചത്. ഭഗവാൻ ബ്രാഹ്മണന്റെ എന്താ പറയാ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനും തീരുമാനിച്ചു. അപ്പം മഹാപ്രഭുവിന്റെ സർവശക്തിത്വത്താൽ ഇവ രണ്ടും ഒരേ സമയം സാധിച്ചു. അപ്പം അവരുടെ ചന്ദ്രശേഖരന്റെയും തപനമിശ്രയുടെയും ദുഃഖം ഒരു വശത്ത്, അതുപോലെ മായാവാദി സന്യാസികളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അദ്ദേഹം അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയാണ് ബ്രാഹ്മണൻ ഒന്നും അറിയാതെ തന്നെ വന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുക കൂടി ചെയ്തു. അപ്പൊ ഇനി ഈസി ആയിട്ട് പോകാം മായാവാദികളുടെ മുന്നിലായിട്ട്, അല്ലാതെ വേറെ ഒന്നും പറയണ്ട, മായാവാദികളുടെ അടുത്ത് പോകാനുള്ള ഒരു അവസരം കൂടി ഭഗവാന്റെ മുന്നിലെത്തി. ഇതൊക്കെ ഭഗവാന്റെ തന്നെ തീരുമാനങ്ങളാണ്. സേവിപ്രാജാനേന പ്രഭുനായാനാകാരാഘാരേ താൻ ഹാര പ്രേരണായി താൻ രേ അത്യാഗ്രഹാകാരേ. മഹാപ്രഭു ഇത്തരം ക്ഷണങ്ങൾ സ്വീകരിക്കാറില്ലെന്ന് ബ്രാഹ്മണൻ അറിയാമായിരുന്നെങ്കിലും അവിടുന്നിൽ നിന്നുള്ള ഉൾപ്രേരണ മൂലം ബ്രാഹ്മണൻ അതിന് വ്യഗ്രത കാട്ടി. അപ്പൊ ഈ ബ്രാഹ്മണന് നന്നായിട്ട് അറിയാം ഒരിക്കലും ചൈതന്യ മഹാപ്രഭു ഇതിന് വരുത്തില്ല എന്ന്. ഈ മായാവാദികളുമായിട്ട് സന്ധിക്കാനോ അവരുടെ അസോസിയേഷൻ എടുക്കാനോ ഒന്നും എന്തായാലും വരുത്തില്ല എന്ന് തന്റെ ക്ഷണം, സാധാരണ ആൾക്കാരുടെ ക്ഷണമൊന്നും അദ്ദേഹം സ്വീകരിക്കത്തില്ല. അദ്ദേഹം ഭക്തന്മാർ വൈഷ്ണവരുടെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ. വിശേഷിച്ച് ഈ മായാവാദികൾ എല്ലാം കൂടെ ഒത്തുകൂടുന്നിടത്തൊന്നും എന്തായാലും മഹാപ്രഭു വരില്ല എന്ന് ബ്രാഹ്മണൻ ഉറപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഉൾപ്രേരണ, അവിടുന്നിൽ നിന്നുള്ള ഉൾപ്രേരണ മൂലം ബ്രാഹ്മണൻ അതിന് വ്യഗ്രത കാട്ടി. അപ്പം അദ്ദേഹവും ആഗ്രഹിച്ചു, ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചു, ഭഗവാനും ആഗ്രഹിച്ചു, എന്തായാലും ഇവരെ ഒന്ന് മീറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു ഉൾപ്രേരണ നിമിത്തമാണ് ഇത് സാധിച്ചത്, അദ്ദേഹവും വ്യഗ്രത കാട്ടിയത്. ആരാധീനെ ഗേല പ്രഭു സേവി പ്രഭവാനെ ദേഖിലേന വാസിയാചേൻ സന്യാസി രഗണേ. അടുത്ത ദിവസം മഹാപ്രഭു ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ എത്തിയപ്പോൾ ബനാറസിലെ സന്യാസിമാരെല്ലാം അവിടെ ഉപവിഷ്ടരായിരിക്കുന്നത് അവിടുന്ന് കണ്ടു. അപ്പം അദ്ദേഹം പോയി, അല്ലേ? ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തി. അപ്പൊ നോക്കുമ്പോ ബനാറസിലെ എല്ലാ സന്യാസിമാരും അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം കണ്ടു എല്ലാവരെയും. നമസ്കാരി ഗേല പാദ പ്രക്ഷാളനെ പാദപ്രക്ഷാളനഖരി വസീലാനെ. സന്യാസിമാരെ കണ്ട ഉടൻ തന്നെ അവർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം അവിടുന്ന് പാദം കഴുകുവാനായി പോയി. പാദങ്ങൾ കഴുകിയ അതേ സ്ഥാനത്ത് തന്നെ അവിടുന്ന് ഉപവിഷ്ടനാവുകയും ചെയ്തു. അപ്പൊ ഭഗവാൻ ഓരോ ലീലകൾ കാണിക്കാൻ പോവാണ്. അപ്പൊ മായാവാദി സന്യാസിമാരെ പോയി നമസ്കരിച്ചു ആദ്യം. അത് അദ്ദേഹത്തിന്റെ ഒരു എളിമത്വം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗീവ് റെസ്പെക്ട്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ആ എളിമത്വം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് വിനയത്തിന്റെ മൂർത്തിഭാവമാണ്. അദ്ദേഹം ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ തരുന്ന ഓരോ നിർദ്ദേശങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആക്ച്വലി ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ഭഗവാനായിട്ടും ഒരു ഭക്തരൂപത്തിൽ വന്നിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത് എന്തൊക്കെയാണ്? ആദ്യം അദ്ദേഹം എന്താ ചെയ്തത്? അവരെ പോയി നമസ്കരിച്ചു. ഇപ്പൊ വൈഷ്ണവൻ ആരോടും അനാദരവ് കാട്ടില്ല. ഇപ്പൊ മറ്റുള്ള സാധാരണ ഒരു വ്യക്തി ആയിക്കോട്ടെ, മായാവാദി ആയിക്കോട്ടെ, ഒരു കർമ്മി ആയിക്കോട്ടെ, പക്ഷെ അവരോടൊക്കെ എന്ത് ചെയ്യും? അവർക്ക് എപ്പോഴും ആ
കൊടുക്കുന്ന അദ്ദേഹം അവരർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കും. ഇവരെല്ലാരെയും പോയി അദ്ദേഹം നമസ്കാരം പറഞ്ഞു, അല്ലെങ്കിൽ പ്രണാമങ്ങൾ അർപ്പിച്ചു. അപ്പൊ വിശേഷിച്ച് അവരൊക്കെ സന്യാസിമാരും കൂടാണ്. അപ്പൊ ഒരു സന്യാസിയായ സ്ഥിതിക്ക് അവര് സന്യാസിമാരാണ്, മായാവാദികളായിക്കോട്ടെ, പക്ഷെ എന്നാലും അവിടെ പോയി അവരെ ആദരിച്ചു, അവർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചു. അതാണ് അമാനിന മാനദേന. എല്ലാവർക്കും ബഹുമാനം നൽകണം, സ്വയം ബഹുമാനം അർഹിക്കരുത്, അല്ലെങ്കിൽ ആഗ്രഹിക്കരുത്. അതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് അമാനിന മാനദേന കീർത്തനീയ സദാഹത്. നമ്മൾ റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നതോടും നമ്മുടെ കീർത്തനമൊക്കെ താഴോട്ട് പോകും, അല്ലേ? ഭഗവാന്റെ കീർത്തനം സദാസമയവും കീർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? എപ്പോഴും ആ താഴ്മയോടെ, എന്താ പറയാ, പിന്നെ വിനമ്രതയോടുകൂടി നിൽക്കണം. എല്ലാവരും ശ്രേഷ്ഠരാണ്, നമ്മളെക്കാട്ടിൽ ഉന്നതരാണ്, ശ്രേഷ്ഠന്മാരാണ്, ശ്രേഷ്ഠ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആ റെസ്പെക്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണ്? എളിമ വരുംതോറും ഭഗവത് ഭക്തി വർദ്ധിച്ചു വരും. എളിമ വരുംതോറും ഭഗവത് ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അഹങ്കാരം ഉണ്ടാകുമ്പോഴോ ഭക്തി താഴോട്ട് പോകും. ഭക്തിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ബൈ പ്രോഡക്റ്റ് ആണ് എന്ത്? വിനയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്വയം ബഹുമാനം ആഗ്രഹിക്കാതെ മഹാപ്രഭു അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ്. ഒരു സന്യാസി നഗ്നപാതനായിട്ടാണ് നടക്കേണ്ടത്. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. എപ്പോഴും സന്യാസി നഗ്നപാതനായിട്ട് നടക്കണം. കാരണം അവരുടെ ആ കാഷായ വസ്ത്രം, പിന്നെ അതില്ലെങ്കിൽ ഒരു കമണ്ടലു, അല്ലെങ്കിൽ ഒരു സന്യാസദണ്ഡ്, ഇതൊക്കെ നാളത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച് വൈകുന്നേരത്തേക്ക് പോലും കഴിക്കാനൊന്നും അവർ കരുതി വെക്കാറില്ല. അതൊക്കെ ചൈതന്യ മഹാപ്രഭു പല ശിക്ഷണത്തിൽ കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ക്ഷേത്രത്തിലോ ഒക്കെ മറ്റു ഭക്തന്മാരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോഴാ എന്ത് ചെയ്യണം? പാദങ്ങൾ കഴുകിയിട്ട് വേണം. നമ്മളിപ്പം നമ്മുടെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും വെളിയിൽ പൈപ്പ് കാണും, അല്ലേ? പാദം കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. കാരണം ഭഗവാനെ കാണാൻ പോവുകയാണ്, അല്ലേ? അമ്പലങ്ങളിലൊക്കെ കാണാറുണ്ടത്. വിശേഷിച്ച് നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിലൊന്നും അത് ഇല്ലെങ്കിലും വൈഷ്ണവ ക്ഷേത്രങ്ങളില്, അല്ലെങ്കിൽ നമ്മളിപ്പം പിന്നെ വടക്കേന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് മിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെ ഉണ്ട്. വെളിയിൽ പൈപ്പ് കാണും, പാദം കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പം പാദങ്ങൾ കഴുകിയ ശേഷം അനുയോജ്യമായ സ്ഥലത്ത് ഉപവിഷ്ടനാകണം. അപ്പൊ അതുപോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെരുപ്പുകൾ പ്രത്യേക സ്ഥാനത്ത് കൊണ്ടുവെക്കണം. അതിനൊക്കെ സ്ഥലമുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെയല്ല, എവിടെയെങ്കിലും പോയി ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ച് പാദമൊക്കെ കഴുകി, അതൊക്കെ ഒരു ആചാരമാണ്. ഭാരതത്തിൽ സർവ്വസാധാരണമാണ് അതൊക്കെ. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു മാതൃകാപരനായ ആചാര്യനാണ്, അല്ലേ? അദ്ദേഹം എല്ലാവർക്കും, അതാണ് യദ്യതാചരസി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദ്ദനു വർത്തത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന കണ്ടു കഴിയുമ്പോൾ സാമാന്യ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരും, അതാണ്. അപ്പം അദ്ദേഹത്തിന്റെ കാലടികൾ പിന്തുടരുന്നവർ ഭക്തിയുത ആത്മീയ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ച രീതികൾ പിന്തുടരേണ്ടതാണ്. ചൈതന്യ മഹാപ്രഭു എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് കണ്ട്, ഇപ്പൊ നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്ന് കൂടുതൽ അദ്ദേഹം ചെയ്ത കർമ്മം, ഓരോ അടിവയ്പിലും ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതിനെ പിന്തുടരണം. അത് നമ്മൾ ബാധ്യസ്ഥരാണ്. ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, അതൊക്കെ ശരിയാ, ഭഗവാന് മാത്രമേ അതൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാൽ നമുക്കും പറ്റും. ഇപ്പം നമ്മളിപ്പോ അദ്ദേഹം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ഇപ്പൊ എടുത്ത് പാദം കഴുകുന്ന കാര്യമൊക്കെ എന്തിനാ പിന്നെ പറയുന്നത്? ചെറിയ കാര്യമാണ്, സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ ഒരു ആചാരമാണ്, ഒരു വൈഷ്ണവ ആചാരമാണ്. നമ്മൾ പാദം കഴുകിയിട്ട് കയറുക. കാരണം ശുദ്ധി, എപ്പോഴും പരിശുദ്ധി, ഭക്തന്മാരെന്ന് പറയുന്ന പരിശുദ്ധിയുടെ പ്രതീകങ്ങളാണ്. അപ്പൊ അത് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ആ നിഷ്ഠ നമ്മൾ പാലിച്ചിരിക്കണം. ഇപ്പൊ നമുക്ക് പിന്നെ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പം ഇവിടെ പൈപ്പുണ്ട്, കാല് കഴുകിയിട്ട് അമ്പലത്തിൽ കയറാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നാട്ടിലേക്ക് അമ്പലത്തിൽ പോലെ അങ്ങ് നേരെ അങ്ങ് കയറുക. പിന്നെ നാട്ടിലേക്ക് അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പുറത്ത് നിന്നാണ് തൊഴുന്നത്. പക്ഷെ ചില അമ്പലങ്ങളിലൊക്കെ ഉള്ളിലൊക്കെ, ഇപ്പൊ ഗുരുവായൂരൊക്കെ നമ്മൾ ഉള്ളിൽ പോയാണ് തൊഴുന്നത്. പക്ഷെ അവിടെ ആരും അങ്ങനെ ആ കാല് കഴുകുന്ന ആ സമ്പ്രദായമൊന്നുമില്ല. പക്ഷെ എപ്പോഴും അതൊക്കെ ഒരു ആചാരമാണ്, ആചാരത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ, കാലടികളെ പിന്തുടരുന്നവര് ഭക്തിയുത ആത്മീയ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ച രീതികൾ പിന്തുടരണമെന്നാണ് പറയുന്നത്. ഇപ്പം ശ്ലോകം 60. വസീയാക്കാരിയിലാക്കിച്ചു ഐശ്വര്യ പ്രകാശ മഹാതേജോ മയവപൂ കോടി സൂര്യഭാസ
വസിയ കരിയില കിച്ചു ഐശ്വര്യ പ്രകാശ. ഐശ്വര്യപ്രകാശം കാട്ടി ഭഗവാൻ. എന്താണ് ഐശ്വര്യപ്രകാശം? അതായത് ആവിഷ്കാരം, യോഗശക്തി. ഭഗവാന്റെ യോഗശക്തിയാണ് ഭഗവാൻ അവരുടെ മുന്നിൽ കാട്ടി. മഹാതേജോമയ. മഹാതേജോമയ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത്യുജ്വലമായ ശരീരത്തിൽ അത്യുജ്വലമായ സൂര്യാഭാസ, സൂര്യപ്രഭ, കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭ അദ്ദേഹത്തിന്റെ ശരീരത്ത് പ്രകടമായി. അതാണ് അദ്ദേഹം ഐശ്വര്യപ്രകാശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ തറയിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് പാദം കഴിയിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇവരെല്ലാം കസേരയിട്ട് അവിടെ ഇരിക്കുക. എല്ലാവരും ഉയർന്ന ഇരിപ്പിടങ്ങളിലാ. കാരണം അവരൊന്നും തറയിൽ ഇരിക്കില്ല, അവരെല്ലാം ഉയർന്ന ഇരിപ്പിടങ്ങളിലേ ഇരിക്കത്തുള്ളൂ. അവരൊക്കെ മായാവാദി സന്യാസിമാരാണ്. അത് ഇപ്പൊ ഗൃഹസ്ഥൻ ഒരു സന്യാസിയെ വീട്ടിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരെ ഉപവിഷ്ടരാക്കാൻ അവർക്ക് ഉയർന്ന ഇരിപ്പിടം കൊടുക്കണമെന്ന് അതും ഒരു ആചാരമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇവരെല്ലാരും അങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ ചെന്ന് എനിക്ക് അവിടെ, നമ്മളൊക്കെ ചെല്ലുമ്പോ നോക്കൂ, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റും, കസേരയിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ പോയി കാല് കഴിയിട്ട്, പാദം കഴിയിട്ട് ഭഗവാൻ അവിടെ തന്നെ എന്താ പറയാ, വൃത്തിയില്ലാത്ത സ്ഥലത്ത്, കാരണം എല്ലാവരും കയറി ഇറങ്ങി കാല് കഴുകുന്ന സ്ഥലമാണ്. ഭഗവാൻ പരിശുദ്ധനാണ്. ഇപ്പം പിന്നെ സൂര്യൻ രശ്മികള്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യരശ്മികൾ വന്ന് ഇവൻ എല്ലാ അശുദ്ധിയെയും ഇല്ലാതാക്കും, ഇല്ലേ? അതേപോലെ ഭഗവാൻ അവിടെ ചെന്നിരുന്നെങ്കിൽ ആ സ്ഥലവും പരിശുദ്ധമായി എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഈ മായാവാദികളും ചിന്തിക്കുകയാണ്, ഓ എന്താണ് അദ്ദേഹം ഈ അഴുക്ക് സ്ഥലത്തിരുന്നത്. ഭഗവാൻ അങ്ങനെ ഈ ഭൗതിക ലോകത്ത് മാലിന്യങ്ങളൊന്നും തീണ്ടാത്ത ആളാണ്, അമലമാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ ഭാഗവതത്തെ അമലപുരാണം എന്ന് പറയുന്ന പോലെ ഭഗവാനെ യാതൊരു വിധത്തിലുള്ള ഭൗതിക മാലിന്യങ്ങളും ബാധിക്കാത്ത ആളാണ്. അപ്പൊ പിന്നെ ഭഗവാൻ എവിടെ ഇരുന്നാൽ എന്ത്? അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം, കാരണം എന്താണ്, ഇതൊക്കെ ഇവരെ ഒന്ന് കാട്ടിക്കൊടുക്കാൻ. ഒരു സന്യാസി എങ്ങനെയായിരിക്കണം? ഒരിക്കലും പ്രൗഡ് ആവരുത്, ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ ഇവരെക്കാട്ടി ശ്രേഷ്ഠനാണ്, ഞാൻ നാരായണനാണ്, അങ്ങനെയൊന്നും ഒരിക്കലും പിന്നെ ആവരുത്. അവരുടെ ചിന്താഗതികളെ മാറ്റണം. അതിന് ഭഗവാൻ അവിടുന്ന് അവരെ പാഠം പഠിപ്പിക്കുകയാണ്. അവരേക്ക് ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അവിടെ പോയി ആദ്യം എല്ലാരെയും പ്രണമിച്ചു. ഇവരാരും അങ്ങനെയൊന്നുമല്ല. അവര് താഴേക്കുള്ള സന്യാസിമാരെയൊന്നും പിന്നെ ഒരു പ്രണാമങ്ങൾ അർപ്പിക്കില്ല. പിന്നെ അവരൊക്കെ ഉന്നത എന്താണ് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയാണ്. അദ്ദേഹം പോയി പാദം കഴിയിട്ട് അവിടെ താഴെ തന്നെ ഇരുന്നു അദ്ദേഹം. അപ്പം എന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ട് എന്താ ചെയ്തത്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പൊ ആ നിലയിലെ ചൈതന്യ മഹാപ്രഭു ആരാണ്? സർവശക്തി സമ്പൂർണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. സെയ് ഗൗർ, സെയ് കൃഷ്ണ, സെയ് ഗൗർ, സെയ് കൃഷ്ണ, സെയ് ജഗന്നാഥ് എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും ജഗന്നാഥും എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല അവര് തമ്മിൽ. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സർവശക്തനാണ്, സർവശക്തി സമ്പൂർണനാണ്. കോടി സൂര്യപ്രഭാപൂരം പ്രദർശിപ്പിക്കുക, അത് ഭഗവാൻ അതൊന്നും അതിശയകരമൊന്നുമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഭഗവാൻ എന്തും സാധിക്കാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹം യോഗേശ്വരനാണ്, അല്ലേ? യോഗേശ്വരനാണ് ഭഗവാൻ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യപ്രഭാപൂരം, അതാണ് കോടി സൂര്യാഭാസ. കോടി സൂര്യഭാസ എന്ന് വെച്ചാൽ കോടി സൂര്യന്റെ പ്രഭ അദ്ദേഹത്തിന്റെ ശരീരത്ത് ദർശിക്കാൻ സാധിച്ചു ഈ മായാവാദി സന്യാസിമാർക്ക്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ യോഗീശ്വരൻ, അല്ലെ? യോഗേശ്വര അഖില ഗുരു എന്നാണ് പറയുന്നത്. യോഗേശ്വര അഖില ഗുരു ശരണം. ഭഗവാനെ അഖില ഗുരുവായിട്ടുള്ള അർജുനൻ പറയുന്നതാണ്. അതേപോലെ ലാസ്റ്റ് ശ്ലോകം എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണോ, അല്ലെ? എത്ര യോഗേശ്വര കൃഷ്ണോ, അതായത് ഭഗവാൻ എന്ന് പറയുന്ന എല്ലാ യോഗ മിസ്റ്റിക് പവറിന്റെയും സോഴ്സ് ആണ്. ഹീസ് ദ സോഴ്സ് ഓഫ് ഓൾ മിസ്റ്റിക് പവർ. അപ്പൊ അതാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ യോഗേശ്വരൻ അഥവാ എല്ലാ യോഗശക്തികളുടെയും നിയന്താവാണ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ തന്നെ ആയതിനാൽ അവിടുന്ന് ഏതൊരു യോഗശക്തിയും പ്രദർശിപ്പിക്കാൻ പറ്റും. ഭഗവാൻ അവരുടെ മുന്നിൽ ഒരു ലീല കാട്ടിയതാണ്. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അവര് നിന്ദിക്കുന്നു, അതുപോലെ പല രീതിയിലും ഭഗവാനെ വിമർശിക്കുന്നു. ആ രീതിയിൽ ഭഗവാൻ ആരാണെന്ന് ഭഗവാൻ ഒന്ന് കാട്ടിക്കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ലീല, അതാണ്
അതായത് മഹാതേജോമയ വപു കോടി സൂരാഭാസ. അതായത് ഭഗവാൻ ആ യോഗീശ്വരൻ, അതായത് സർവശക്തിയും സമ്പൂർണനുമായിട്ടുള്ള ഭഗവാന്റെ ആ ശരീരത്തില് ഇങ്ങനെ ഭയങ്കര സൂര്യ തേജസ് പോലെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം ആൾറെഡി വെട്ടിത്തിളങ്ങുന്നതാണ്. ഗൗര അല്ലേ, ചുട്ടുപഴുത്ത സ്വർണത്തിന്റെ കളറാണ് ഗൗരംഗ മഹാപ്രഭു. അത് ആ ഒരു അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യത്തിൽ സകല ആൾക്കാരും ആകർഷരാകും. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഈ മായാവാദികളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു യോഗശക്തിയിൽ കൂടി അദ്ദേഹം ആ മായാവാദികളുടെ അടുത്ത് അത് പ്രദർശിപ്പിച്ചത്. പ്രഭാവേ ആകർഷീല സഭ സന്യാസി രാമാന ഉഠീല സന്യാസി സഭ ചാടിയ ആസാന. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉജ്ജ്വല പ്രഭാപൂരമായ ശരീരം കണ്ട് എല്ലാ സന്യാസിമാരും അതിൽ ആകൃഷ്ടരായി. അവരെല്ലാവരും തങ്ങളുടെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. സമയമായത് ഓക്കെ. അപ്പൊ 60 വരെ എടുക്കാം. 61 ശ്ലോകം ആരെങ്കിലും എടുക്കും. പറഞ്ഞ സമയം അറിയാതെ തുടങ്ങിയതാ. ഹരേ കൃഷ്ണ. ഐശ്വര്യ, ആശ. മാജി വളരെ ഗംഭീരമായിരുന്നു. മാജി വളരെ സന്തോഷം. മാജി ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. വളരെ വളരെ സന്തോഷം. കുറെ ഗ്യാപ്പായിട്ട് തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു മാജി. നന്നായിരിക്കും. തീർച്ചയായിട്ടും ഭയങ്കര ആവേശം തോന്നുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ചൈതന്യ ചരിതാമൃതം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലീലകളൊക്കെ പറയുമ്പോ നമ്മള് സമയത്തിനെയും കാലത്തിനെയും ഒന്നും ഓർക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നന്ദിയുണ്ട് മാജി, നന്ദി. ശരിക്കും ഇനിയും നമുക്ക് കേട്ടിട്ട് മതിയാവുന്നില്ല. നന്നായി. താങ്ക് യു മാജി. സന്തോഷം. വളരെ ആത്മാർത്ഥമായി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. നിങ്ങളുടെയൊക്കെ അസോസിയേഷൻ കുറെ നാളുകൊണ്ട് ഇല്ലാതിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ 5:30 മണി രാവിലെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട് മാതാജി. ഇപ്പൊ തുടങ്ങിയപ്പോ ഒരു സന്തോഷം. അതെ 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 അതെ. ഞങ്ങൾക്കും അത് തന്നെ ഒരു എന്താ പറയാ, ക്ലാസ് ഇല്ലാതിരുന്നോണ്ട് ഒരു വിഷമമുണ്ട്. 4 കാര്യങ്ങൾ പറഞ്ഞ പ്രീച്ചിങ് ആണോ? അതായത് പ്രീച്ചിങ് ഈസ് ദി എസൻസ്. അതാണോ? പ്രീച്ചിങ് ഈസ് ദി എസൻസ്. പ്രീച്ചിങ് ഈസ് ദി എസൻസ്. Preaching is the essence, utility is the force, books are the basis. പിന്നെ purity is the force. Purity is the force. അത് 4 കാര്യങ്ങൾ. ശ്രീല പ്രഭുപാദിന്റെ അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളിലും എല്ലാത്തിലും അദ്ദേഹം എഴുതി വെക്കാറുണ്ട് ഈ 4 കാര്യങ്ങൾ. കാരണം ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത്രയും പരിശീലിക്കണം. ബുക്കുകൾ വായിക്കുക, പിന്നെ അതുപോലെ നമ്മുടെ പരിശുദ്ധി നിലനിർത്തുക, പിന്നെ അതുപോലെ നമ്മുടെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക, പിന്നെ ബുക്സ് ആർ ദ ബേസിസ്, ബുക്കുകൾ വായിക്കുക. ഈ തത്വങ്ങൾ 4 തത്വങ്ങളാണ്. ശ്രീല പ്രഭുപാദ പറഞ്ഞിരിക്കുന്ന 4 തത്വങ്ങളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. 57 വരെയല്ലേ മാജി ഇന്ന്? 57 വരെയല്ലേ വായിച്ചേ? 60 വരെ. 61 എടുക്കും. 60. ഓക്കെ ഓക്കെ മാജി. 61 വരെ അടുത്ത ദിവസം എടുക്കേണ്ടത്. 61 അല്ലേ മാജി? അതെ അതെ 61. ഓക്കെ, താങ്ക് യു. ഞാൻ 61 ഞാൻ ശ്ലോകം വായിച്ച് വിവർത്തനം വായിച്ചു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ സമയം കൂടുതലായി. അപ്പൊ അതിനകത്ത് പർപ്പട്ട് കുറച്ചുണ്ട്. അപ്പൊ നാളെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അത് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃതം ഗ്രന്ഥരാജ് കി ജയ്, നിത്യായ ഗൗര പ്രേമാനന്ദേ. വാഞ്ചാ കൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. നന്ദി.